നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മുടെ കുട്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കുട്ടിക്കഥ പറയാനാണ്. എല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള എന്നാൽ മറക്കാത്ത ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ കഥ ഏതാണെന്നല്ലേ? നമ്മുടെ മുയലച്ഛന്റെയും ആമക്കുഞ്ഞിന്റെയും കഥ. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു മിട്ടുമുയലുണ്ടായിരുന്നു. അവനോ തന്റെ കഴിവിൽ അഹങ്കരിച്ചിരുന്നു. എങ്ങനെയാണെന്നോ, തന്നെക്കാൾ ശക്തിമാൻ ആരുണ്ട്, സൗന്ദര്യമുള്ളവൻ ആരുണ്ട്, കഴിവുള്ളവൻ ആരുണ്ട് എന്നൊക്കെ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ തന്റെ കൂട്ടുകാരായാലും ചുറ്റുമുള്ള കാട്ടിലെ മറ്റു മൃഗങ്ങളോടാണെങ്കിലും തന്റെ കഴിവിൽ അഹങ്കാരത്തിൽ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കും. കൂടാതെ അവരെ കളിയാക്കുകയും ചെയ്യും. അങ്ങനിരിക്കെ അവിടെ പുതിയതായി വന്ന നമ്മളുടെ രാമനാമയോട് അവൻ പറഞ്ഞു, എന്നെക്കാൾ കഴിവുള്ളവൻ ഈ കാട്ടിൽ മറ്റാരുമില്ല, എന്നെ പോലെ സൗന്ദര്യമുള്ളവനും വേറെ ആരുമില്ല. അതെല്ലാം പോട്ടെ, എന്നോടൊപ്പം ഓടി മത്സരിക്കാൻ മറ്റാരിയിരിക്കുന്നു? നിന്റെ കാര്യമാണെങ്കിൽ പറയേണ്ടതില്ലല്ലോ, ഉറുമ്പിനേക്കാൾ വേഗത കുറഞ്ഞവൻ. ഇതെല്ലാം കേട്ട ആമക്കുഞ്ഞനോ ഒരു ബുദ്ധി തോന്നി. അങ്ങനെ ഇവനെ വിട്ടാൽ പറ്റില്ല, അവനൊരു പണി കൊടുക്കണം. ഞാൻ തയ്യാറാണ് നിന്റെ കൂടെ മത്സരിക്കാൻ. തന്നെക്കൊണ്ട് പറ്റില്ല എന്ന് അറിയാമെങ്കിലും ഒരു പരിശ്രമം നല്ലതല്ലേ? അങ്ങനെ ആമക്കുഞ്ഞൻ മത്സരത്തിന് തയ്യാറായി, ഒപ്പം മിട്ടുമുയലും. അടുത്ത ദിവസം തന്നെ കാടാകെ വിളംബരം ചെയ്തു നമ്മുടെ ആമക്കുഞ്ഞന്റെയും മിട്ടുമുയലിന്റെയും ഓട്ടപ്പന്തയം. അങ്ങ് കാണുന്ന ആ പൊട്ടക്കിണറില് ആദ്യം ആരെത്തുന്നോ അവരാണ് വിജയിക്കുന്നത്. അങ്ങനെ മത്സരം ആരംഭിച്ചു. വളരെ വേഗത്തിൽ തന്നെ മിട്ടുമുയൽ ഓടി. ആമക്കുഞ്ഞനാകട്ടെ പതിയെ 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 പോയി. കുറേ ദൂരം ചെന്നപ്പോൾ മിട്ടുമുയൽ തിരിഞ്ഞു നോക്കി. അപ്പോ അതാ ആമക്കുഞ്ഞൻ അങ്ങ് ദൂരെ നിൽക്കുന്നു. എന്തായാലും അവൻ വരാൻ താമസിക്കും, കുറച്ചു നേരം വിശ്രമിക്കാം. അടുത്തൊരു മരത്തണല്, അവിടെ പോയി സുഖമായി ഇരുന്നു. വീശിയ ഇളം കാറ്റില് ആളൊന്ന് മയങ്ങിപ്പോയി. ഇത് കണ്ടോണ്ട് വന്നതാരാണ്? നമ്മുടെ ആമക്കുഞ്ഞൻ. പതിയെ പതിയാണെങ്കിലും പുള്ളിക്കാരന് അടുത്തെത്തി. പിന്നീടോ മുയലച്ഛനെയും മറികടന്ന് യാത്രയായി. കുറെ കഴിഞ്ഞപ്പോൾ വളരെ ഉച്ചത്തിൽ ശബ്ദം കേൾക്കുന്നു. കരഘോഷങ്ങളുടെയും ആർപ്പുവിളിയുടെയും ശബ്ദം. അതെവിടെ നിന്നാണെന്നോ? നമ്മുടെ ആമച്ചൻ ആ പൊട്ടക്കിണറ്റിനടുത്തെത്തി. മുയലച്ഛൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോഴോ വിജയിച്ചു നിൽക്കുന്ന ആമച്ചനും ചുറ്റുപാടുമുള്ള നാട്ടുകാരും. ആകപ്പാടെ നാണക്കേടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് ആരും തന്നെ മുയലച്ഛനെ ആ കാട്ടിൽ കണ്ടിട്ടില്ല. ഇതിൽ നിന്ന് എന്റെ കൊച്ചു കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? അതെ, നമ്മുടെ കഴിവിൽ ഒരിക്കലും നാം അഹങ്കരിക്കരുത്. അതോടൊപ്പം തന്നെ പരിശ്രമിച്ചാൽ വിജയം കൈവരുക തന്നെ ചെയ്യും. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.